ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അച്ഛാ, വണ്ടിയുടെ കീ അതിലുണ്ട്. അതൊക്കെ ഞാൻ എടുത്ത് വെച്ചോളടാ. നീ പോയിട്ട് വാ, പോയി അടിച്ചു വിളിച്ചിട്ട് വാ. ശരി എന്നാ. സാറേ, എന്താ? ഇൻസ്പെക്ടറെ ഒന്ന് കാണണമായിരുന്നു സാറേ. എന്താ കാര്യം? ഒരു പരാതി നേരിട്ട് പറയാനാ സാറേ. നിക്ക്, ഞാൻ ഒന്ന് ചോദിക്കട്ടെ. അച്ഛാ, അവരിനി എന്താ പറയാ? സ്വർണം കിട്ടാതെ നമുക്ക് രക്ഷയില്ലല്ലോ മോളെ. കാര്യം പറഞ്ഞ അവർക്ക് മനസ്സിലാവും. സാർ, എന്താ? രണ്ടുപേര് കാണാൻ വന്നിട്ടുണ്ട്. വരാൻ പറയേ. സാർ, അതെ, അകത്തേക്ക് എല്ലാം പറഞ്ഞു. വാ മോളെ. നമസ്കാരം സാർ. ഇരിക്കേ. വേണ്ട സാർ, ഞങ്ങളിവിടെ നിന്നോളാം. എന്താ നിങ്ങൾക്ക് പറയാനുണ്ടെന്ന് പറഞ്ഞത്? അത് സാറേ, ഇന്നലെ രാത്രി ഞങ്ങളുടെ കയ്യിൽ നിന്ന് കുറച്ച് സ്വർണം നഷ്ടപ്പെട്ടു. 30 പവനോളം ഉണ്ടായിരുന്നു. എവിടെ വെച്ചാ നഷ്ടപ്പെട്ടെന്നറിയോ? അറിയില്ല സാർ. സാറേ, 3-4 ദിവസം കഴിയുമ്പോൾ ഇവിടെ കല്യാണമാ. ഈ സ്വർണം കിട്ടിയില്ലെങ്കിൽ ആത്മഹത്യയല്ലാതെ മറ്റൊരു വഴി ഞങ്ങൾക്ക് മുന്നിലില്ല സാർ. അങ്ങനെ നിങ്ങൾ നിരാശരാവാതെ എവിടെ വെച്ചാ നഷ്ടപ്പെട്ടെന്ന് നമുക്ക് അന്വേഷിച്ച് കണ്ടുപിടിക്കാം. ആ ജൂവലറി ഇറങ്ങുമ്പോ നിങ്ങളിൽ സ്വർണം ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു സാർ. പിന്നെ എവിടെ വെച്ചാ സ്വർണം മിസ്സായെന്ന് നിങ്ങൾക്ക് മനസ്സിലായത്? വീട്ടിൽ ചെല്ലുമ്പോഴാണ് സാർ കൊണ്ടുവന്ന കവറുകളിൽ സ്വർണം സൂക്ഷിച്ചിരുന്ന ബാഗ് ഇല്ലാന്ന് മനസ്സിലാവുന്നത്. ജൂവലറി ഇറങ്ങിയിട്ട് നിങ്ങൾ ആ സ്വർണം കൊണ്ട് എവിടെയൊക്കെ പോയി? സാർ, ജുവലറിയുടെ മുന്നിൽ നിന്ന് തന്നെയാണ് ഞങ്ങൾ ഓട്ടോയിൽ കയറിയത്. ആ ഓട്ടോയുടെ നമ്പർ അറിയോ? ഇല്ല സാർ. ആ ഓട്ടോ കേടായപ്പോ ആ ഓട്ടോക്കാരൻ തന്നെയാ ഞങ്ങളെ മറ്റൊരു ഓട്ടോയിൽ വീട്ടിലേക്ക് അയച്ചത്. നിങ്ങളുടെ ഓർമ്മയില് ഇത് എവിടെ വെച്ചായിരിക്കും മിസ്സായിട്ടുണ്ടായിരിക്കുക? സാർ, ആ 2 ഓട്ടോയിൽ ഏതെങ്കിലും ഒരു ഓട്ടോയിലായിരിക്കും. ആദ്യത്തെ ഓട്ടോയിൽ കയറിയത് ജൂവലറിക്ക് മുന്നിൽ നിന്നല്ലേ? അപ്പോ തീർച്ചയായിട്ടും അവിടുത്തെ CCTVയിൽ നിന്നും ആ ഓട്ടോയുടെ വിവരം അറിയാൻ കഴിഞ്ഞേക്കും. ആ ഓട്ടോക്കാരനെ കിട്ടിയാ പിന്നെ രണ്ടാമത്തെ ഓട്ടോക്കാരനെ കണ്ടുപിടിക്കാനും വലിയ ബുദ്ധിമുട്ടൊന്നും വേണ്ടി വരില്ല. സാറേ, ഈ സ്വർണം കിട്ടിയില്ലെങ്കിൽ എന്റെ മോളുടെ ജീവിതം, ഞങ്ങൾ തകർന്നു പോവും. കുടുംബത്തോട് ഞങ്ങൾ ആത്മഹത്യ ചെയ്യേണ്ടി വരും സാറേ. നമുക്ക് ശ്രമിക്കാം. എന്തായാലും ഈ ഓട്ടോയുടെ നമ്പർ കണ്ടുപിടിച്ചിട്ട് ഞങ്ങൾ നിങ്ങളെ വിളിപ്പിക്കാം. തൽക്കാലം ഒരു പരാതി എഴുതി കൊടുത്തിട്ട് പൊയ്ക്കോളൂ. അച്ഛാ, ഞാനേ ഒരു 10 മണിയാണെങ്കിൽ തിരിച്ചു വരും. അപ്പോഴേക്ക് റെഡി നിൽക്കണം കേട്ടാ. അതെന്തിനാ? അതെന്തിനാന്നാ? അപ്പൊ പറഞ്ഞോക്കെ മറന്നാ? ഇന്ന് ഹോസ്പിറ്റലിൽ പോണ്ടേ? നമുക്കേ ഒരു വിശദമായിട്ട് ചെക്കപ്പ് എടുത്തിട്ട് തിരിച്ചു വരാം കേട്ടാ. ഞാൻ പോട്ടെ. എടാ മോനെ, ഒന്ന് നോക്കും. എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എന്താ എന്താ പ്രശ്നം? എന്താ? എടാ, എനിക്ക് വല്ല കുഴപ്പമുണ്ടോ? എടാ, എനിക്ക് പഴയ പോലെ പറയത്തക്ക കുഴപ്പങ്ങളൊന്നുമില്ല. ഒരു കുഴപ്പമില്ല. പിന്നെ എന്തിനാടാ വെറുതെ കൊണ്ടുപോയി കാശ് കളയുന്നേ? അച്ഛനല്ല അസുഖം ഉണ്ടോ തീരുമാനിക്കേണ്ട ഡോക്ടർമാരാ. മനസ്സിലായ? എടാ, എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ അവരെ കാണേണ്ടതായിട്ടുള്ളൂ. അത് ശരി. അപ്പൊ പോണ്ടാന്നാണ് പറയണേ? ഓ, എന്താ അത്? പക്ഷേ നീയേ ശാലിനടുത്തിരുന്ന് പോണേ. ശാലിനടുത്തേക്ക്? ആ, അതെന്തിന്? എടാ, എന്നെ രാവിലെ ഫോൺ വിളിച്ച് പറഞ്ഞായിരുന്നു എങ്ങനെയെങ്കിലും നിന്നെ അങ്ങോട്ട് പറഞ്ഞു വിടണേന്ന്. കാര്യമൊക്കെ അവൾ തന്നെ പറയൂടാ. എനിക്കൊരു ഓട്ടോ ഉള്ളതാ. ഞാൻ അത് ശരിയല്ല, ഞാൻ അവളെ വിളിച്ച് പറഞ്ഞോളാം. അതിന്റെ ഇടയിൽ എന്റെ അച്ഛൻ്റെ ഒരു പറയട്ടെ. എടാ, നീ കിടന്ന് ശരിക്കും ഓടുന്നുണ്ടെന്ന് എനിക്കറിയാം. നന്നായിട്ട് അറിയാടാ.
അതുകൊണ്ടാ ശാലിനി കാര്യം പറഞ്ഞപ്പോ നിന്നെ അങ്ങോട്ട് വിട്ടേക്കാന്ന് വാക്ക് കൊടുത്തതേ. അച്ഛാ, അച്ഛൻ പറയുന്ന പോലെ ഒന്നല്ല. ഓട്ടം പറഞ്ഞു കഴിഞ്ഞാ ഇതാരപ്പത്? അല്ല ആശാൻ എങ്ങോട്ടോ? എന്താടാ? ആശാൻ അങ്ങോട്ട് വന്നേ, ഒരു കാര്യം പറയട്ടെ. നീ എന്താ ടാക്സി ഓടാൻ തുടങ്ങിയ? ഇത് നിങ്ങളുടെ ഫാമിലി ടൂറിന് വേണ്ടി റെന്റിനെടുത്ത കാറാ. ഫാമിലി ടൂറാ? പിന്നല്ലാതെ. ബാക്കി എല്ലാം ഇവിടെ സെറ്റായി കഴിഞ്ഞു. ഈ താക്കോലം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ എന്റെ ഉത്തരവാദിത്വം കഴിഞ്ഞു. പിന്നെ നിങ്ങളായി നിങ്ങളുടെ പാടായി. ഉടനെ കൊണ്ടു ചെല്ലണമെന്ന് പറഞ്ഞ ഏടത്തേം എന്നെ വിട്ടതാ. അല്ല, നിങ്ങൾ ഈ പറയുന്നത് എനിക്ക് മനസ്സിലാവണില്ലേ? മനസ്സിലാക്കാൻ ഇത്രേ ഉള്ളൂ. ആശാനും ഏട്ടത്തേമ്മയും കുട്ടികളും കൂടി ഒരു ഫാമിലി ടൂർ പോകുന്നു. എവിടേക്ക്? എവിടേക്കാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ബാക്കി കാര്യങ്ങളൊക്കെ നേരിട്ട് ചെന്ന് ഏടത്തേമ്മയോട് ചോദിച്ചാൽ മതി. പറഞ്ഞ് നല്ല വിശദമാക്കി തരും. പോടാവിടുന്ന്. എനിക്ക് വേറെ പരിപാടിയുള്ളതാ. അവന്റെ ടൂറ്. എവിടേക്കാണ്? അവിടെ നിൽക്കാശാനെ. എന്ത് പരിപാടിയാ? നീ ചവിട്ടാടം വല്ല കളിക്കാൻ പോവാന്നോ? എടാ, വല്ലപ്പോഴൊക്കെ ഇതുപോലുള്ള പരിപാടികളൊക്കെ ആയിട്ട് പോണം. ആ കുട്ടികൾക്കൊന്ന് സന്തോഷമാവട്ടടാ. അച്ഛാ, അത് പിന്നെ അച്ഛാ ഓട്ടം പറഞ്ഞ പോവായിരിക്കാൻ പറ്റുമോ? അതുകൊണ്ട് പിന്നെ ഒരു പിന്നെ ഇല്ല. എടാ മോനെ, നിന്റെ ജീവിതത്തില് എപ്പോഴെങ്കിലും നിനക്ക് സന്തോഷം കിട്ടിയിട്ടുണ്ടോ? നീയും ശാലിനിയും തമ്മില് സന്തോഷത്തോടെ ഒന്നിച്ചൊരു യാത്ര എപ്പോഴെങ്കിലും പോയിട്ടുണ്ടോ? ഇല്ലല്ലോ. എന്നും പ്രശ്നങ്ങൾ തന്നെ. എടാ, എല്ലാ കാര്യങ്ങളും ഭാര്യമാര് തുറന്നു പറയുമെന്ന് കരുതണ്ട. നമ്മളത് അറിഞ്ഞു തന്നെ ചെയ്യേണ്ടതേ. നിന്റെ ഭാഗത്ത് ഇങ്ങനെ നീക്കം ഉണ്ടാകാത്തതുകൊണ്ടാ ആ കൊച്ചു മുൻകൈ എടുത്ത് ഇത് പറഞ്ഞത്. അതുകൊണ്ടേ ഞാൻ പറയുന്നത് നീ പോവന്നെ വേണം കേട്ടോ. അതല്ല അച്ഛാ, എനിക്ക് ഓട്ടം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ആശാൻ, ഓട്ടോ ഒക്കെ 1-2 ദിവസം ഓടില്ലെങ്കിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ആശാൻ വാ വാ. ഒന്നുമില്ല ആശാനെ, ഒന്നുമില്ല. ആശാൻ വന്നേ. നീ എന്തോന്നീ പറയണേ? എടാ, ഞാൻ ഡ്രസ് ഒന്നും എടുത്തിട്ടില്ലടാ. ഒന്നുമില്ല ആശാനെ. ഇടന്നിങ്ങനെ പെട്ടെന്ന് പറഞ്ഞ പെട്ടെന്ന് അങ്ങനെയൊക്കെ ഉണ്ട്. അതൊക്കെ തന്നെ. കേരശനെ. എടാ, അതെ, എന്നെ വീട്ടിലാക്കിട്ട് വേണം പോവാൻ. കേറി. അച്ഛനെ എന്നാ വിട്ടോ. അച്ഛാ, വണ്ടിയുടെ കീ അതിലുണ്ട്. അതൊക്കെ ഞാൻ എടുത്ത് വെച്ചോളടാ. നീ പോയിട്ട് വാ, പോയി അടിച്ചു വിളിച്ചിട്ട് വാ. ശരി എന്നാ.